സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് അതികഠിനമായ വെയിലും അത് മാത്രമല്ല ഇവിടെ നല്ല കയറ്റിറക്കങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കയറ്റിറക്കത്തിലൂടെ വെയിലത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കണ്ട ഉടനെ തന്നെ അടുത്തേക്ക് വന്നു. എന്താണ് ഈ കാര്യങ്ങളെന്ന് ചോദിച്ചറിഞ്ഞു. പുസ്തകം 1-2 പേജൊക്കെ വായിച്ചു. അതുപോലെ പുസ്തകത്തിനെ കുറിച്ച് എന്നോട് കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് പറയാനുള്ള ചെറു കാര്യങ്ങൾ എന്നോടും പറഞ്ഞു. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് കുറച്ച് ചോദ്യം ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അതിന് തന്നെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അതിന് തന്നെ പേരെന്താണ്? എനിക്ക് ഏതായാലും പേരൊന്നുമില്ല. പേരെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രൂപത്തിൽ ഒന്നാണ്. അപ്പോൾ ബിസ്മില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാണ് ബിസ്മില്ല എന്ന് പറയുന്നത്. സ്രഷ്ടാവിനെയും ബിസ്മില്ല എന്ന് പറയും. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ 786 ആണ് വേദഗ്രന്ഥത്തിലുള്ളത്. ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഈ യാത്ര കണ്ടല്ലോ. യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെ 700 കിലോമീറ്ററോളമാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെയിലത്ത് ഇങ്ങനെ ജനങ്ങൾക്ക് സത്യസന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ജനങ്ങളോട് പറയാനുണ്ടോ? ഈ സംരംഭത്തിന് നിങ്ങളെല്ലാവരും പിന്തുണ നൽകണമെന്നാണ് പറയുന്നത്. ഞാൻ ദൈവമാണല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവ് ചില കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മുഖതാവിൽ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടിരിക്കും. കാരണം ചില പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് യേശു രണ്ടാമത് വരുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണമെന്നാണ് നിങ്ങൾ നേരത്തെ. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്. എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിത അനുഭവങ്ങളിലൂടെ പൊതുജനങ്ങളോട്, അല്ലെങ്കിൽ ജാതി മത വർഗ ഇതിനൊക്കെ അതീതമായിട്ട് മനുഷ്യരെന്ത് ചെയ്യണം, എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരസ്പരം ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഉത്തരം നമുക്ക് ശ്രദ്ധിക്കാം. ലോകത്തിൻ്റെ അവസാന പീരീഡാണ്. ഞാനിവിടെ വരുമെന്ന് നിങ്ങളോട് നേരത്തെ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലും എന്നെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ യേശുവിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ആളാണ്. എനിക്കൊരു പേരുണ്ട്, പക്ഷേ ആ പേര് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എനിക്ക് മാത്രമേ സീ ഹാൻഡ് റാൻ എന്നാണ്. സീ ഹാൻഡ് റാൻ എന്ന് പറയുമ്പോൾ CHANDRAN, ദാറ്റ് ഷുഡ് ബി റെഡ് ആസ് സീ ഹാൻഡ് റാൻ. സി ഫോർ ക്രോമസോം, ഹാൻഡ് see your hand and run, that is see hand run. In other words, why I received this name, because you have to get Parishuddhatma by reading it. For that matter only it is being narrated. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, മനുഷ്യർ തമ്മിൽ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം? തമ്മിൽ സ്നേഹിക്കണമെന്നാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. തമ്മിൽ സ്നേഹിക്കണം, അച്ഛനമ്മേനെ ബഹുമാനിക്കണം, ജീവികളോട് കരുണ കാണിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്ത് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. നല്ല സ്വഭാവം വെക്ക് മുന്നോട്ട് പോവുക. നമ്മൾ സ്വന്തം കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് തെറ്റ് കുറവുകളുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തലാണ് നിങ്ങളുടെ. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മറ്റും കേൾക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ. മാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളായി തന്നെ നിന്നാൽ മതി. വേണ്ടാത്ത കാര്യങ്ങളും തലയിൽ ഏറ്റി നടക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് വിത്തൗട്ട് കൺസൾട്ടിങ് എ ഗുഡ് പേഴ്സൺ. ഒരു ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ള ആളുകൾ പറയുന്നതോ മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട. അവനവൻ്റെ കർത്തവ്യങ്ങൾ, അതായത് നമുക്ക് മറ്റൊരാളാവാൻ കഴിയില്ല, അവനവൻ്റെ കർത്തവ്യങ്ങൾ നേരായ രീതിയിൽ നിർവഹിച്ച് മുന്നോട്ട് പോവുക. പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹജീവികളെ, അതിൽ മനുഷ്യരോ മൃഗങ്ങളോ ഒന്നുമില്ല, എല്ലാ ജീവികളോടും നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ജീവികളെയും, അതിൽ ജാതി മത വർഗ ജീവി വ്യത്യാസം പോലും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക. അതിനുവേണ്ടി മാത്രമാണ് മനുഷ്യർ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളതെന്നും കൂടിയിട്ടാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചത്. കലണ്ടർ മാറ്റേണ്ട കാര്യം പറഞ്ഞു. വി ആർ ഇൻ മില്ലേനിയം, നോട്ട് ഇൻ AD ended in 1999 December 31st. We have to follow a new calendar.
so that we have to create a new calendar, millennium calendar. It must start from March and it should be ended in February. February must be the last month of the year. September is 7th month, October 8th month, November 9th month, December is 10th month. As per the nomenclature, it must come in the sequence order. So that we have to be very careful and make it in a manner so that all the people must follow a new calendar, millennium calendar. ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ കലണ്ടർ, ഇപ്പോൾ കാണുന്ന കലണ്ടർ പോലും മാറ്റണം എന്നുള്ളതാണ്. കലണ്ടർ തുടങ്ങുന്നത് മാർച്ചിലും അതുപോലെ കലണ്ടർ അവസാനിക്കേണ്ടത് ഫെബ്രുവരിയിലും ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ചോദിച്ചു നോക്കാം. കാരണം ഈ മാർച്ചിൽ തുടങ്ങാൻ പറയുന്നതിലൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ബാങ്ക് കാര്യങ്ങളൊക്കെ മാർച്ചിലാണ് ഒന്നാമത്തെ മാസമായിട്ട് കണക്കാക്കുന്നത്. രാവും പകലും ഈക്വലായിട്ട് വരുന്ന മാസമാണ് ഈക്വിനോക്സ് എന്ന് പറയുന്നത്. ഈക്വിനോക്സിലാണ്, മാർച്ചിലാണ് ഈക്വിനോക്സ് വരുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് ദ ഐഡിയൽ തിങ് that we have to start from the March. In previous years, the calendar was from March on, which is solar calendar. ആരാണ് ഈ ജനുവരിയിൽ കലണ്ടർ സ്റ്റാർട്ട് ചെയ്തത്? January calendar to get the era ending, it must be 1999 December 31st. For that matter, the person Julius Caesar, Augustus Caesar, both name included in between. July and August added so that 2 months advance we have been following. സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ആദ്യം മാർച്ചിലായിരുന്നു ഇയർ തുടങ്ങിയിരുന്നത്. പിന്നീട് വന്ന ആളുകൾ അത് ജനുവരിയിൽ തുടങ്ങുന്ന രീതിയിലാക്കി. ഫെബ്രുവരിയാണ് ശരിക്ക് ഏറ്റവും അവസാനത്തെ മാസമായിട്ട് വരേണ്ടത്. അത് ഇപ്പോൾ ഫെബ്രുവരി 2ാമത്തെ മാസമായിട്ടാണ് മാറിയിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും. സെപ്റ്റംബർ എന്ന് പറയുന്നത് 7ാമത്തെ മാസവും, ഒക്ടോബർ 8ാമത്തെ മാസവും, നവംബർ 9ാമത്തെ മാസവും, ഡിസംബർ 10ാമത്തെ മാസവും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോണത്. പക്ഷേ നമ്മൾ കണക്കാക്കുന്നത് ഡിസംബർ 12ാമത്തെ മാസമായിട്ടാണ്. അപ്പോൾ ശരിക്കുള്ള രീതിയിൽ വേണ്ടത് ഇങ്ങനെയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ രീതിയിൽ കലണ്ടർ ഒരു ജനുവരി 11ാമത്തെ മാസം, അതുപോലെ ഫെബ്രുവരി 12. ആ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ലാസ്റ്റ് മാസത്തിൽ ചെയ്യാം. ആ രീതിയിലാണ് വരുന്നത്. നമുക്ക് ആദ്യമായിരിക്കും ജനുവരി 26 അവസാനം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ ദൈവിക കാര്യങ്ങളിൽ നമുക്ക് ചെറുപ്പക്കാരോട് അദ്ദേഹം പറഞ്ഞത് മൂത്തവരെ ബഹുമാനിക്കുക, വയസ്സിന് മൂത്തവർ പറഞ്ഞത് അനുസരിക്കുക, അതുപോലെ ഇതുവരെയുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം മനസ്സിലാക്കുക, അതിലുള്ള നന്മ ചെയ്യുക, സത്യസന്ദേശങ്ങൾ. ഇനിയൊരു, അതായത് നമ്മളെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് മുന്നോട്ട് പോകുക. അതെ, അനുഗ്രഹങ്ങൾ വന്നാൽ ദൈവത്തിനെ യാചിച്ച് മുന്നോട്ട് പോകുക, അനുഗ്രഹം വാങ്ങുക. അതിപ്പോൾ അനുഗ്രഹം കൊടുക്കാനുള്ള ഈ അനുഗ്രഹത്തിൻ്റെ പീരീഡാണ് മില്ലേനിയം എന്ന് പറയുന്നത്. മില്ലേനിയം 1000 years പീരീഡാണ്. ഈ 1000 years പീരീഡിൽ എന്തിനാണ് കലണ്ടർ മാറ്റുന്നത് വെച്ചാൽ അടുത്ത തലമുറക്ക് ഇതിനൊരു ബോധം വേണം. അതായത് ഈ കാലത്തെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ ദിശാബോധം വേണം. അപ്പോൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ദിശാബോധം വേണം, അനുസരണ വേണം, കാലത്തെ പറ്റി ബോധം വേണം, അതേപോലെ പഠിക്കണം. ആ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അടുത്ത ഒരു ജന്മം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇതാണ് അദ്ദേഹത്തിന് നമ്മളോട് തരാനുള്ള ഉപദേശം. ഫ്രം ദി വി ഹാവ് ടു റൈസ് ഫ്രം ദി മൈൻഡ് ഇൻ്റലക്ച്വൽ ഫീൽഡിലാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കണ്ണിൽ കാണുന്നതെല്ലാം വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വി ഹാവ് ടു തിങ്ക് അവർ സെൽഫ് ആൻഡ് ബൈ വാട്ട് ഇറ്റ് ഈസ് കാൾഡ് തിങ്കിങ് ബിയോണ്ട് അവർ നോളജ്. വി മസ്റ്റ് അക്വയർ വിസ്ഡം. So that we have to follow the God's words. God's words only can promote you to the higher level. If you are in a normal frequency, you will be following others. You have to come away from that frequency and follow the principles. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ദൈവിക സന്ദേശങ്ങൾ എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക, അതിനെ ഫോളോ ചെയ്യുക,
കൂടുതൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇനിയൊരു ജന്മം ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ജന്മത്തിലെ സന്തോഷത്തിനും സുഖത്തിനും സമാധാനത്തിനും ആ ജന്മത്തിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക. അതാണ് അദ്ദേഹം നമ്മളോട് പറയുന്ന ഉപദേശം.